അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ട്രാവൽ വീഡിയോ പറഞ്ഞ ഒരു ഐസെറ്റിക് ടച്ച് ഒക്കെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ ഒരു വീഡിയോ ഒരുപാട് എഫക്ട്സ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ആഡ് ചെയ്യാതെ ഒരു നമുക്ക് സ്റ്റോറി ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി ട്രിപ്പത്തെ എല്ലാ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നൈസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾ ആ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ന്യൂ പ്രൊജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിലേക്ക് ഞാനൊരു 36 ട്രാവൽ വീഡിയോസ് അവിടെ കട്ടായിട്ടുള്ളത് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഈ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ 36 വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ 36 വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വളരെ ലാഗും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോക്ക് എത്രയാണ് ഡ്യൂറേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ഒന്നാമത്തെ വീഡിയോക്ക് ഇത്ര ഡ്യൂറേഷൻ രണ്ടാമത്തെ വീഡിയോക്ക് ഇത്ര ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് നോക്കി നിങ്ങളുടെ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എല്ലാ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക്കിൻ്റെ പീരിയഡ് അനുസരിച്ചിട്ട് വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റീൽ വീഡിയോൻ്റെ ആസ്പെക്ട് റേഷ്യോ 9:16 ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മളെ വീഡിയോയിലേക്ക് ചെറിയൊരു വൈറ്റ് ആയിട്ടുള്ള ഗ്ലോ എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായി താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിൽ നിങ്ങൾ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ട്രെൻഡിങ്ങിലായിട്ട് തന്നെ കാണുന്നെങ്കിൽ അവിടെ ഫ്ലാഷ് വൈബ്രേഷൻ എന്നുള്ള എഫക്റ്റ് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലെയർ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ ആക്കി കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ എന്നിട്ട് താഴത്തെ അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റ്മോസ്ഫിയർ നിങ്ങൾ 100% ആക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഏറ്റവും താഴായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ കാണാൻ നിങ്ങളുടെ സ്പീഡ് എന്നുള്ളത് അത് നിങ്ങൾ ഫുൾ ആയിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ നിങ്ങൾക്ക് അവിടെ ഗ്ലോ റേഞ്ച് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് അതിൻ്റെ 2 അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വൈറ്റ് ഗ്ലോ നിങ്ങളുടെ വീഡിയോയിലേക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ 2 അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോക്ക് ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ എഫക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് തരാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ വീഡിയോയിലേക്ക് ചെറിയൊരു ഫിൽറ്റർ ആഡ് ചെയ്യലാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ പറഞ്ഞാൽ താഴത്തെ ടൂൾ ബോക്സിലെ ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ ബാഡ് ബണ്ണി എന്നുള്ള ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഒരു ഫിൽറ്റർ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിൽറ്റർ നിങ്ങളുടെ വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫിൽറ്റർ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങളുടെ ഫിൽറ്ററിന്റെ ലെയർ നിങ്ങളുടെ വീഡിയോയുടെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫിൽറ്റർ നമ്മളെ വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു ട്രിപ്പ് പോകുന്ന ആ ഒരു പ്ലേസിൻ്റെ നെയിം നിങ്ങൾ അവിടെ ടൈറ്റിലാക്കി വീഡിയോയുടെ സെൻറ്ററിൽ അവിടെ എഴുതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായി താഴത്തെ ടൂൾ ബോക്സിലെ ടെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ എവിടെയാണ് ട്രിപ്പ് പോയിട്ടുള്ളത് ആ ട്രിപ്പ് പോയതിൻ്റെ ഒരു പ്ലേസ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫോണ്ട് സ്റ്റൈൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ സൈഡിലായിട്ട് ഒരു പ്ലാനറ്റ് എന്നുള്ളൊരു ഫോണ്ട് ഉണ്ട്. ആ ഒരു ഫോണ്ട് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ നിങ്ങളൊരു യെല്ലോ കളർ ആക്കി കൊടുക്കുക. ഞാൻ സ്ക്രീൻ കാണിച്ചു തന്നിട്ടുള്ള കളർ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതിന് സൈഡിലായിട്ട് കാണുന്ന ഇവിടെ ഷേഡോ എന്നുള്ള ഒരു ഓപ്ഷൻ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഷേഡോ ആയിട്ടുള്ള കളർ നിങ്ങൾ ഞാൻ സ്ക്രീൻ കാണിച്ചതിൽ ഒരു ഓറഞ്ച് കളർ നിങ്ങൾ ഷേഡോ കളർ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഷേഡോക്ക് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീഡിയോന്റെ സെന്ററിലേക്ക് ഇട്ടിട്ട് അതിന്റെ ടെക്സ്റ്റിന്റെ ലെയർ നിങ്ങൾ വീഡിയോന്റെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി ചെയ്യുന്നത് ഈ ഒരു വീഡിയോന്റെ താഴേക്ക് ചെറിയൊരു ബ്ലാക്ക് ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചില ടെക്സ്റ്റ് ടൈപ്പിലുള്ള റീൽസിലൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ ഓവർലേ സെലക്ട് ചെയ്ത് നിങ്ങളൊരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ വീഡിയോയിലേക്ക് നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ബ്ലാക്ക് ഇമേജിന്റെ ഡ്യൂറേഷൻ വീഡിയോന്റെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ മാസ്ക് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒന്നാമത്തെ ഒരു ഹൊറിസോണ്ടൽ എന്നുള്ള ഒരു ലൈൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ഇൻവെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഓപ്പോസിറ്റ് ബ്ലാക്ക് വരും. എന്നിട്ട് അതിന്റെ ആ നടുവത്തെ ഒരു ഏരോ നിങ്ങൾ ജസ്റ്റ് താഴേക്കൊന്ന് നീക്കുമ്പോൾ ആ ഒരു ബ്ലാക്ക് ഇമേജിന്റെ ആ ഒരു എഡ്ജ് ഭാഗം നിങ്ങൾക്ക് ഫെയ്ഡ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ സ്ക്രീനിൽ കളിക്കുന്ന പോലെ നിങ്ങളുടെ ബ്ലാക്ക് ഇമേജിന്റെ ഒരു ലെയർ നിങ്ങൾ ഇങ്ങനെ അടിയിലേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ താഴെ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിലേക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാവൽ വീഡിയോന്റെ ഒരു എഡിറ്റിംഗിന്റെ ട്യൂട്ടോറിയൽ ഇവിടെ ഫിനിഷിംഗ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്ന വീഡിയോയിലേക്ക് ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിന്റെ ട്യൂട്ടോറിയൽസിനെ ചേരാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മൾ വീഡിയോ എപ്പോഴും നിങ്ങൾ പെട്ടെന്നായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.